സൈബർ സുരക്ഷാ വിദഗ്ധ ഡോക്ടർ നീനു കുര്യാക്കോസ് കൂടി നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ നീനു, ഇതിൽ നമുക്കറിയാം വീടുകൾക്കകത്ത് തന്നെ ഇരുന്ന് ഒരു സിസ്റ്റത്തിന് മുന്നിലിരുന്ന് ചാറ്റ് ചെയ്യുന്ന ഡാർക്ക് നെറ്റ് വഴി നടത്തുന്ന ആശയവിനിമയം വഴി വളരെ സുലഭമായി അവരുടെ വീട്ടിലേക്ക് പിന്നീട് കൊറിയർ വഴി ഇതെത്താൻ സാധ്യതയുണ്ട് എന്നൊരു മെത്തേഡാണോ ഇപ്പോൾ പാലിക്കപ്പെടുന്നത്? അങ്ങനെയെങ്കിൽ നമ്മുടെ വീടുകൾക്കുള്ളിൽ അല്ലെങ്കിൽ പണ്ട് നമ്മൾ അറിയാം കഞ്ചാവും മറ്റു മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളും ഒക്കെ വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ കാണപ്പെടുന്ന ഒരു മാഫിയ സംഘം തന്നെയുണ്ട്. പ്രത്യേക കേന്ദ്രങ്ങൾ, നഗര കേന്ദ്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ അതൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഇവർക്ക് ഇത് എത്തും എന്നൊരു വഴിയാണോ ഉള്ളത്? നമുക്ക് ഇവരിലേക്ക് എത്തിപ്പെടാൻ എത്ര കണ്ട് ദുർഘടമായ വഴികളാണുള്ളത്? ഡാർക്ക് വെബ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഗൂഗിൾ, യാഹു പോലെയുള്ള സെർച്ച് എഞ്ചിനുകളിൽ കാണാൻ കഴിയാത്ത ഒരു പ്രത്യേക ബ്രൗസറുകളിൽ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇന്റർനെറ്റിന്റെ ഒരു ഭാഗം മാത്രമാണ്. സാധാരണക്കാരെ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഇന്റർനെറ്റിന്റെ ഒരു ചെറിയ 10% മാത്രമാണെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള ഈ പറയുന്ന ഗൂഗിളിൽ അല്ലെങ്കിൽ യാഹു പോലെയുള്ള സെർച്ച് എഞ്ചിനുകളിൽ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇന്റർനെറ്റിന്റെ ഭാഗം മാത്രമാണ് ഈ ഡാർക്ക് വെബ്. ഇപ്പൊ പറഞ്ഞതുപോലെ വീടുകളിൽ ഇരുന്ന്, ഓഫീസിൽ ഇരുന്നോ, എവിടെ ഇരുന്നോ ഒരു ഫോണിന്റെ സഹായത്തോടെ നമുക്ക് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ആളുകളുടെ ഡാറ്റ എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെയുള്ള ഒരുപാട് ഇത്തരം ലീഗൽ അല്ലാത്ത ഒരുപാട് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അതുപോലെയുള്ള ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നതും ഈ പറയുന്ന ഡാർക്ക് വെബാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഇപ്പൊ ആദ്യം പറഞ്ഞു കേട്ടതുപോലെ തന്നെ ഒരുപാട് ഇതിനെ പറ്റിയ വളരെ നല്ല ഒരു നിയമങ്ങളോ ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇല്ല. അപ്പം ആർക്ക് വേണമെങ്കിലും എങ്ങനെയും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇന്റർനെറ്റിന്റെ ഒരു ഭാഗം മാത്രമാണ് ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ആൾക്ക് ആ രീതിയിൽ നല്ല രീതിയിൽ അല്ലാത്ത രീതിയിൽ അതിന് ഉപയോഗിക്കും എന്നുള്ളത്. അതായത് നമുക്ക് അവരെ ബാൻ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യാനും ഇപ്പോഴും ലിമിറ്റേഷൻസ് നിരവധി ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം വസ്തുതയാണ് അല്ലേ? അത് ഒരു ഇന്റർനെറ്റിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതിനെ ബാൻ ചെയ്യാനോ അതിന്റെ ഒരു ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ മാത്രം ആളുകളാണ് 90% ആൾക്കാർ. അപ്പൊ അതിനപ്പുറത്തേക്ക് ഇതിനുള്ള ഒരു കാര്യങ്ങളുണ്ടോ എന്നുള്ളത് അറിയുന്നത് ക്രിമിനൽസിന് മാത്രമാണ്. ഇപ്പൊ മെജോറിറ്റി ആൾക്കാർ ക്രൈംസിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് അതിന്റെ ഒരു സാഡ് സൈഡ് എന്ന് പറയുന്നത്. ശരി, ഡോക്ടർ നീനു കുര്യാക്കോസ് ആണ്. ചില ടെലിഫോൺ ലൈനിൽ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പണ്ട് നമുക്ക് മയക്കുമരുന്നും മറ്റ് വസ്തുക്കളും എത്തിച്ചേരുന്നതിന് കൊടുക്കുന്ന ചില ഗൂഢസംഘങ്ങളും അവരെ ട്രേസ് ചെയ്തുകൊണ്ടുമായിരുന്നു നമ്മുടെ അന്വേഷണ സംഘത്തിൻ്റെയൊക്കെ ഇടപെടലെങ്കിൽ ഇപ്പോൾ അവരെ എല്ലാം വെട്ടിക്കുന്ന രീതിയിൽ ഇൻ്റർനെറ്റിൽ ഡാർക്ക് വെബിൽ വലിയ തരത്തിലുള്ള മയക്കുമരുന്ന് ഇടപാടുകൾ നടക്കുന്നുണ്ട്. അത് മയക്കുമരുന്ന് മാത്രമല്ല, ഇല്ലീഗലായ തീവ്രവാദ പ്രവർത്തനങ്ങളാവട്ടെ മറ്റ് ഇല്ലീഗൽ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇടമായി ഡാർക്ക് നെറ്റ് മാറുകയാണ്. ആ വലിയൊരു സാധ്യതയുടെ ശൃംഖലയുടെ പ്രധാനപ്പെട്ട കണ്ണി കൊച്ചിയിലുണ്ട് എന്ന സുപ്രധാനമായ വിവരം കൂടിയാണ് ഇന്നലെ NCB പുറത്തുവിടുന്നത്. എന്തായാലും നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് ഊർജിതമാവേണ്ടതുണ്ട്. പാഴ്സലായെത്തുന്ന എല്ലാ സംവിധാനങ്ങളും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സ്വകാര്യ കൊറിയർ സർവീസുകളിലെല്ലാം നിരീക്ഷണ വിധേയമാക്കേണ്ടതുണ്ട് എന്നതുകൂടിയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്.